വീട്ടിലും പാരൻസ് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാകുമ്പോഴാണ് അത് കുട്ടികളെ ഭാവിയിൽ എഫക്റ്റ് ചെയ്യുന്നത്. ഹായ്, ഐ എം ഷിബിബ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. പാരൻസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഡെയിലി കണ്ടു വളരുന്ന കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാൻ വരെ പേടിയുള്ളവരുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മക്കളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് അവരെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ഡെയിലി ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഇവരിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും വീട്ടിൽ ഡെയിലി പ്രശ്നങ്ങൾ കണ്ടു വളരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതൊന്നും പറയാൻ ഒരു ഫ്രണ്ട് പോലും ഇല്ല എന്നുണ്ടെങ്കിൽ അതും ആ കുട്ടിയെ വളരെയധികം ബാധിക്കും. ചെറിയ പ്രായം മുതലേ വീട്ടുകാരുടെ ഈ പ്രശ്നങ്ങൾ കണ്ടു വളരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് ഭാവിയിൽ ഒരു ട്രോമയായി മാറാനുള്ള ചാൻസസും കൂടുതലാണ്. അതായത് ഫ്യൂച്ചറിൽ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണറും എന്നോട് ഇതുപോലെ ഫൈറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാരൻസിൻ്റെ പോലെ ഞാനും ഫൈറ്റ് ചെയ്യുന്ന ഒരാളായി മാറിത്തീരും എന്നൊക്കെയുള്ള ചിന്ത ഈ കുട്ടിയുടെ ഉള്ളിൽ വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ബൈ.